കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ട് 60 വർഷമാകുന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിളർപ്പ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ CPM ഇപ്പോൾ 60ൻ്റെ നിറവിലാണ്. സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് പിളർന്നത്? പുതിയ തലമുറയിലെ ആളുകൾക്ക് അതിൻ്റെ സൈദ്ധാന്തിക കാരണമൊന്നും ബോധ്യപ്പെടാൻ സാധ്യതയില്ല. നവ രാഷ്ട്രീയ ചിന്താഗതിയുടെ വക്താക്കൾക്ക് ആ വിഷയം തന്നെ ദഹിക്കണമെന്നില്ല. ഇരു പാർട്ടികളും ഒന്നിച്ച് ഒരു മുന്നണിയായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇത് തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. CPI അക്രമ സംഭവങ്ങളിൽ സാധാരണ പ്രതിസ്ഥാനത്തോ വാദിസ്ഥാനത്തോ വരാറില്ല എന്നതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ ഏറെയും എന്ന് വേണം കാണാൻ. CPIക്കാർക്കോ അവരുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്കോ തല്ലുകൊള്ളുന്നുണ്ടെങ്കിൽ അത് പൊതുവെ CPMകാരിൽ നിന്നാവും. അല്ലാതെ മറ്റാർക്കും അവരോട് ശത്രുതയില്ല. ഇവർ തമ്മിൽ എന്തിനാണ് വഴക്ക് കൂടുന്നത് എന്ന് ബാക്കിയുള്ളവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാറുമില്ല. BJPയും കോൺഗ്രസും ചില ഘട്ടങ്ങളിൽ ഇവരെ എണ്ണത്തിൽ തന്നെ കൂട്ടാറുമില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡൽഹിയിൽ നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് 1964 32 പേർ ഇറങ്ങിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിപ്പോയ അവർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചു. ഏറെ നാളായുള്ള വിഭാഗീയതയുടെ പരിസമാപ്തിയായിരുന്നു ആ പിളർപ്പ് എന്ന് വേണം കരുതാൻ. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പുതിയ സാഹചര്യവുമായി എങ്ങനെ പൊരുത്തപ്പെടണം എന്നതിൽ ഭിന്നതകൾ ഉടലെടുത്തു. നെഹ്റു ഗവൺമെൻറ്റും സോവിയറ്റ് യൂണിയനും തമ്മിൽ ബന്ധം മെച്ചപ്പെട്ടപ്പോൾ പ്രബലമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം CPIയിൽ ഉയർന്നു വന്നു. ഈ പ്രവണതയ്ക്ക് നേതൃത്വം നൽകിയത് SA ഡാംഗെയാണ്. 1962 ചൈന യുദ്ധകാലത്ത് CPIക്കുള്ളിലെ ഡാംഗയുടെ എതിരാളികൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ അവർ ജയിൽ മോചിതരായപ്പോൾ നേതൃത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തി. 1964 ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചതോടെ പാർട്ടി രണ്ടായി വിഭജിച്ചു. കോൺഗ്രസ് ഗവൺമെൻറ്റിനോടുള്ള സമീപനം, ഇന്ത്യ ചൈന തർക്കത്തെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ, ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കിടയിലുണ്ടായ ഭിന്നിപ്പിൻ്റെ വിശകലനം എന്നീ വിഷയങ്ങളിലുള്ള ഭിന്നതയാണ് പാർട്ടിയെ പിളർത്തിയത്. പിളർപ്പുണ്ടായതുകൊണ്ട് പാർട്ടി ഇന്ത്യയിൽ പ്രസക്തവും സജീവവുമായി നിലനിൽക്കുന്നു എന്നാണ് CPM ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഭരണവർഗവുമായി കൈകോർത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തകർന്നു പോകുമെന്നാണ് അവരുടെ ന്യായീകരണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ്സിന് സംഭവിച്ച തകർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ടാകുമായിരുന്നു. ഭരണവർഗ പാർട്ടിയായതിനാൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാനായി. എന്നാൽ കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ട് അത് പറ്റില്ല. ഇതാണ് യെച്ചൂരിയുടെ വിശദീകരണം. അതുകൊണ്ട് പിളർപ്പ് തെറ്റല്ല എന്ന് യെച്ചൂരി പറയുന്നു. ഒപ്പം അത് ആവശ്യകതയായിരുന്നു എന്നും യെച്ചൂരി ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ആ വാദത്തിന് കണക്കുകളുടെ പിൻബലമുണ്ടോ എന്ന് സംശയം. പിളർപ്പിന് മുൻപ് 1962 തെരഞ്ഞെടുപ്പിൽ 9.9 വോട്ട് പാർട്ടിക്കുണ്ടായിരുന്നു. 1967 തെരഞ്ഞെടുപ്പിൽ തന്നെ പിളർപ്പിൻ്റെ ഫലമായി 4% വോട്ട് CPIക്ക് കുറഞ്ഞു. 2014 CPMന് കിട്ടിയത് 3.3% വോട്ടായിരുന്നു എന്നോർക്കണം. 2019 ആയപ്പോൾ അത് 1.7%. ദേശീയ പാർട്ടി പദവി CPIക്ക് നഷ്ടപ്പെട്ടു. CPM ആകട്ടെ അത് നിലനിർത്താനുള്ള പെടാപ്പാടിലാണ്. ഒരു ജീവൻ മരണ പോരാട്ടമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. 4 സംസ്ഥാനങ്ങളിലെങ്കിലും അവർക്ക് ശക്തി തെളിയിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് സർക്കാരിനോടുള്ള സമീപനത്തിൻ്റെ പേരിൽ അന്ന് വിഘടിച്ചു പോയ പാർട്ടികളാണല്ലോ CPIയും CPMും. ഇന്ന് അവർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അതാണ് മറ്റൊരു തമാശ. ഇരു പാർട്ടികളും ഒന്നിക്കണമെന്ന പല ഘട്ടങ്ങളിലും CPIയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ അതെല്ലാം ആ ഘട്ടത്തിൽ CPM പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തിരുന്നത്. നാളിതുവരെ അങ്ങനെ ചെയ്തതുകൊണ്ടാകണം ഇപ്പോൾ CPIക്കാർ പോലും ആ ആവശ്യം ഉന്നയിക്കുന്നില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ മധുരിക്കുന്ന ഒരു ഓർമ്മയാണ്. BJPയെ എതിർക്കുന്നവർക്ക് ചേക്കേറാൻ പറ്റിയ ഒരു ഇടത്താവളം മാത്രമായി പുതിയ ജനായത്ത സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചുരുങ്ങിയോ എന്ന് സംശയിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കുറവല്ല.